1910 ഓഗസ്റ്റ് 26 ഇന്നത്തെ നോർത്ത് മാസിഡോണിയയിൽ ജനിച്ച ആഗ്നസ് ഗോൺസ്ക ബൊയാജിയു എന്ന പെൺകുട്ടി 1929 ഭാരതത്തിന്റെ മണ്ണിലെത്തി അധ്യാപികയായി സേവനം ആരംഭിച്ചു. 1946 സെപ്റ്റംബർ 10 ഡാർജിലിംഗിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിൽ അവളുടെ ജീവിതം മാറി. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ദരിദ്രരിൽ ദരിദ്രരായവരെ സേവിക്കുവാനായുള്ള ദൈവത്തിൽ നിന്നുള്ള ആഹ്വാനം അവർക്ക് ലഭിച്ചു. അധ്യാപികയുടെ വസ്ത്രം മൂരി നീലക്കരയുള്ള വെള്ള സാരി ധരിച്ച് അവർ കൊൽക്കത്തയിലെ ചേരികളിലേക്ക് ഇറങ്ങി. കൊൽക്കത്തയിലെ തെരുവുകളിലൂടെ വിശപ്പും രോഗവും ഏകാന്തതയും പേറി അലഞ്ഞു നടന്ന മനുഷ്യർക്കിടയിലേക്ക് കരുണയുടെ മാലാഖയെ പോലെ അവൾ ചെന്നിറങ്ങി. ആരും തിരിഞ്ഞു നോക്കാതിരുന്നവരെ അവൾ ചേർത്ത് പിടിച്ചു. മരണത്തിന്റെ വക്കിലെത്തിയവർക്ക് അവസാന നിമിഷങ്ങളിൽ ഒരു കൈത്താങ്ങായി. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് അഭയമായി. സമൂഹം മാറ്റി നിർത്തിയവർക്കായി വാതിലുകൾ തുറന്നു. അത് ലോകത്തിന്റെ അമ്മയായ മദർ തെരേസ അല്ലാതെ മറ്റാരുമായിരുന്നു. ഇന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം മദർ തെരേസയെ കുറിച്ച് എന്തിലും തിന്മ കാണുന്ന ചില ദോഷൈക ദൃക്കുകൾ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർത്തുമ്പോൾ ചരിത്രം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ ജീവിച്ച കാലത്ത് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ആ മനുഷ്യർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ആരാണ് തെരുവിലിറങ്ങിയത്? അതിന് മാത്രം ആർക്കും ഉത്തരമുണ്ടാവില്ല. വിമർശനങ്ങൾ ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാൻ സ്വന്തം ജീവിതം തന്നെ മാറ്റിവെക്കുക എന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രയാസകരമായ കാര്യമാണ് എന്നും മറക്കരുത്. ഒരിക്കൽ വിശന്നു വലഞ്ഞിരുന്ന കുട്ടികൾക്കായി ഭക്ഷണം കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലായിരുന്ന മദർ തെരേസ. കയ്യിൽ പണമില്ല, മുന്നിൽ വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഒടുവിൽ സമീപത്തെ ഒരു കടയുടമയുടെ മുന്നിലെത്തി അവർ കൈ നീട്ടി. മദറിനോടുള്ള അമർഷത്തിൽ ആ വ്യാപാരി അവരുടെ നീട്ടിയ കൈയിലേക്ക് കാർക്കിച്ച് തുപ്പുകയാണ് ഉണ്ടായത്. എന്നാൽ അവൾ കൈ വലിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ ശാന്തമായി പറഞ്ഞതിങ്ങനെ: ഇത് എനിക്കുള്ളതാണ്, ഞാൻ സ്വീകരിച്ചു. ഇനി എൻ്റെ പാവപ്പെട്ട കുട്ടികൾക്കായി എന്തെങ്കിലും തരുമോ എന്നാണ് മദർ ചോദിച്ചത്. ആ വാക്കുകൾ ആ വ്യാപാരിയുടെ മനസ്സിനെ തകർക്കുകയും അപമാനിച്ച അതേ കൈകൾ പിന്നീട് ഭക്ഷണ സാധനങ്ങളുമായി അവരുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു. മറ്റൊരിക്കൽ കൊൽക്കത്തയിലെ തെരുവിൽ നിന്നും അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ മദർ തെരേസ നിർമ്മൽ ഹൃദയിലേക്ക് കൊണ്ടുവന്നു. അവിടെ അദ്ദേഹത്തിന് ലഭിച്ചത് വലിയ ആശുപത്രിയിലെ അത്യാധുനിക ചികിത്സയൊന്നും ആയിരുന്നില്ല. പകരം ഒരാൾ തൻ്റെ കൈ പിടിച്ച് കൂടെയുണ്ട് എന്ന ബോധ്യമായിരുന്നു. മുറിവുകൾ പരിചരിക്കുമ്പോൾ ആ മനുഷ്യൻ മദറിന്റെ കൈകളിൽ പിടിച്ച പുഞ്ചിരിയോടെ പറഞ്ഞത്: ജീവിതകാലം മുഴുവനും ഞാൻ തെരുവിൽ മൃഗത്തെ പോലെയാണ് ജീവിച്ചത്. ഇപ്പോൾ ഞാനൊരു മാലാഖയെ പോലെ മരിക്കുന്നു എന്നായിരുന്നു. നിമിഷങ്ങൾക്കകം അദ്ദേഹം വിട പറയുകയും ചെയ്തു. 1950കളിലെ കൊൽക്കത്തയിൽ തെരുവോരങ്ങളിൽ രോഗികളും ഉപേക്ഷിക്കപ്പെട്ടവരും മരണത്തോട് പോരാടിക്കൊണ്ടിരുന്ന കാലത്ത് മദർ തെരേസ ആരും നോക്കാനില്ലാതെ ഒരാൾ തെരുവിൽ മരിക്കരുത് എന്ന ചിന്തയാൽ കാളിക്കട്ടിൽ നിർമ്മൽ ഹൃദയ സ്ഥാപിച്ചു. അവിടെ മരണത്തിന്റെ വക്കിലെത്തിയവർക്ക് പരിചരണവും ഭക്ഷണവും ഒരു കിടക്കയും അതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ അവസാന നിമിഷങ്ങൾ ജീവിക്കുവാനുള്ള അവസരവും നൽകുകയായിരുന്നു ലക്ഷ്യം. ആ പുണ്യ ജീവിതത്തിനെതിരെ ഈ കാലങ്ങളിൽ ഉയർന്ന ഏറ്റവും ശക്തമായ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു മതപരിവർത്തനത്തിൻ്റെത്. അവരുടെ പ്രവർത്തനങ്ങൾ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നുവെന്നും സഹായം ലഭിക്കുന്നവരെ മതം മാറ്റാൻ ശ്രമിച്ചിരുന്നുവെന്നും വിമർശകർ ആരോപിച്ചു. എന്നാൽ മരണത്തിന്റെ വക്കിലെത്തിയ ഒരു മനുഷ്യന്റെ വിശ്വാസം മാറ്റുക എന്നതിലുപരി അവന്റെ അവസാന നിമിഷങ്ങളിൽ കൂടെയുണ്ടാകുക എന്നതായിരുന്നു മദറിന്റെ സേവനത്തിന്റെ മുഖചിത്രം. അനാഥരായ കുഞ്ഞുങ്ങൾക്കായി ശിശുഭവനുകൾ, കുഷ്ഠരോഗികൾക്കായി ശാന്തിനഗർ, മരണത്തിന്റെ വക്കിലുള്ളവർക്കായി അഭയകേന്ദ്രങ്ങൾ, അങ്ങനെ ദരിദ്രർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സേവനം. ജാതിയോ മതമോ സാമൂഹിക പദവിയോ നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണുക, അതായിരുന്നു ആ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് തന്നെ ബഹുമതികൾ ഒന്നിനു പുറകെ ഒന്നായി മദറിനെ തേടിയെത്തി. ഭാരതം ആ സേവനത്തെ അംഗീകരിച്ചു. 1962 പത്മശ്രീ, 1980 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം. അതിനു മുൻപ് 1979 ലോകം അവരെ തേടിയെത്തിയത് നോബൽ സമാധാന പുരസ്കാരത്തിന്റെ രൂപത്തിലായിരുന്നു. പുരസ്കാര തുകയെക്കുറിച്ച് മദർ തെരേസ നടത്തിയ പ്രഖ്യാപനം ലോക ശ്രദ്ധ നേടിയതായിരുന്നു. കൊൽക്കത്തയിലെ ദരിദ്രർക്കായി ആ തുക ഉപയോഗിക്കണമെന്നായിരുന്നു അവരുടെ നിലപാട്. അന്താരാഷ്ട്ര വേദിയിൽ ലഭിച്ച അംഗീകാരത്തെക്കാൾ തെരുവിൽ കിടക്കുന്ന മനുഷ്യന്റെ വിശപ്പിനും വേദനയ്ക്കുമായിരുന്നു അവരുടെ മുൻഗണന. ഒടുവിൽ 1997 സെപ്റ്റംബർ 5 കൊൽക്കത്തയിൽ 87-ാം വയസ്സിൽ മദർ തെരേസ അന്തരിച്ചു. ഭൂമിയിലെ ആ ജീവിതം അവസാനിച്ചു. പക്ഷേ
അവർ ഉയർത്തിയ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന ആശയവും മിഷണറീസ് ഓഫ് ചാരിറ്റിയും ഇന്നും തുടരുന്നു. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് പാപ്പയുടെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ മദർ തെരേസയെ കത്തോലിക്ക സഭ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ ആഗ്നസ് ഗോൺഷ ബൊയോജിയു എന്ന പേരിൽ ജനിച്ച പെൺകുട്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിശുദ്ധ മദർ തെരേസ എന്ന പേരിൽ ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിയായി മാറി. കൊൽക്കത്തയിലെ തെരുവിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരാളുടെ അരികിലിരുന്ന, വിശപ്പിന്റെ മുന്നിൽ കൈനീട്ടിയ, മരണത്തിന്റെ മുന്നിൽ ഭയപ്പെടാതെ നിന്ന, അനാഥന്റെ കണ്ണുനീരിൽ സ്വന്തം കണ്ണുനീർ കണ്ട ഒരു സ്ത്രീയുടെ കാഴ്ചയെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുക എളുപ്പമാണ്. മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നാൽ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുവാൻ എല്ലാവർക്കും കഴിയും. അതായിരുന്നു മദർ തെരേസ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദേശം.